2014 കേട്ടോ, 2013 പൊന്മുടിയിൽ ഷൂട്ടിംഗ് നടക്കുന്ന സമയം പ്രൊഡ്യൂസർ മുങ്ങി, സ്ക്രിപ്റ്റിലെ പ്രശ്നം. അപ്പൊ ഫണ്ട് റൈസ് ചെയ്ത് സ്ക്രിപ്റ്റ് തിരുത്തിയിട്ട് വർക്ക് കരക്കരിപ്പിച്ചത് ആരാണ്? ഈ കുഞ്ഞിക്ക. എടാ, ആ കുഞ്ഞിക്കായാണ് ഇപ്പൊ ഇവിടെ വരുന്നത്. കുഞ്ഞിക്ക വരുന്നുണ്ടാ? പിന്നെ കുഞ്ഞിക്ക വരെയല്ലേ ഇപ്പൊ ഇവിടെ. എന്തിന്? ഷൂട്ടിങ്ങിന്. കുഞ്ഞിക്ക മീശപ്പുലിമലയിൽ മഞ്ഞ് പെയ്യുന്ന കണ്ടിട്ടുണ്ടോ? ഇതൊക്കെ നമുക്ക് വേണ്ടിയല്ലേ മൂപ്പർ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. ഇതാണ് മുത്തപ്പ പറഞ്ഞ കുഞ്ഞിക്ക. അയ്യേ, ഇതാണോ കുഞ്ഞിക്ക? ഇത് മുരിങ്ങയല്ലേ? കുഞ്ഞിക്ക ഞാൻ പറഞ്ഞത് ഇത് ക്ഷണി ക്ഷണി. അയ്യോ, ഇന്നലെ വരുന്നല്ലേ പറഞ്ഞിരുന്നത്? എന്തേലായിരുന്നു ടിക്കറ്റ്? ഇതെന്താ ഇത് ചേട്ടി തന്നത്? ഇരിക്കാ ബാക്കിയുടെ ജസ്റ്റ് കുഞ്ഞിക്ക വന്നിട്ടുണ്ട്. എന്തുക കുഞ്ഞിക്ക ആര് യവനാ? നമ്മളൊന്ന് പുറത്തോട്ട് വേണം, നീ ഒന്ന് കാര്യങ്ങളൊക്കെ പറഞ്ഞോളൂ. ഓക്കെ ഓക്കെ. ഇതെന്താ കയ്യില്? ഇത് മെസ്സിയുടെ പൊറോട്ട അവിടെ വെച്ചാ ബംഗാളി എടുത്തിട്ട് ചെരുപ്പെടുത്തൊന്ന് കളിയാണ്. നീ വല്ല കഴിച്ചായിരുന്നോ? നീ എപ്പോഴും ഇറങ്ങി? എന്തായാലും ആദ്യം പോയി മുടിയൊക്കെ വെച്ച് ഒന്ന് മെനെ കാണാം കേട്ടാ. അതാ അവിടുത്തെ സിസ്റ്റം ഒക്കെ എങ്ങനെയാണ്? വന്ന് കയറിയല്ലേ ഉള്ളൂ. സിസ്റ്റം ഒക്കെ വരുമ്പോഴേ പഠിക്കും. പിന്നെ ഈ 50 വർഷം മുമ്പ് കണ്ട UAE അല്ല, ഇപ്പൊ ഒരുപാട് മാറിയിട്ടുണ്ട്. നീ ആദ്യം ഒരു കാര്യം ചെയ്യും, TV ഉണ്ടാക്കി നീ എന്റെ വാട്സപ്പിലോട്ടായ. പിന്നെ ഇതിലെ നടക്കപ്പം വെള്ളവരം ഉണ്ടല്ലോ, അത് സീബ്ര ലൈനാണ്. എന്നുവെച്ചാൽ സീബ്രയ്ക്ക് നടക്കാനുള്ളതല്ല, നമുക്ക് നടന്നു പോകാൻ. ഓക്കെ, എല്ലാം ഒരു വഴിയെ പഠിക്കും. കാക്കെല്ലാം അറിയല്ലേ? കാക്കായ പരിചയപ്പെട്ട എന്റെ ഭാഗ്യം. കാക്ക ഒരു ലെജൻഡ്. നീ ഒന്നുകൊണ്ടും പേടിക്കണ്ട. ഞാൻ പറഞ്ഞ ഒരു കാര്യം പ്രത്യേകം ഓർമ്മ വയ്ക്കണം. ഇവിടെ അറബികളെ ഇടയിൽ ചെന്ന് കാറി കൊടുക്കും. അവര് നാക്കെടുത്ത് കഴിഞ്ഞാൽ അറബിയെ പറയും. നീ വേറൊരു കാര്യം ഞാൻ പറഞ്ഞ ഓർമ്മ ഉണ്ടല്ലോ, CV നീ എനിക്ക് എന്റെ വാട്സാപ്പിൽ സെൻഡ് ചെയ്യാം. ഓക്കെ, ഞാനേ ഒന്ന് ബാത്റൂമിൽ പോയിട്ട് വരാം. ഒരാഴ്ചത്തേക്കുള്ള സാധനങ്ങളും കാക്ക ഇവിടെ പറഞ്ഞില്ലേ? കാക്ക ആണ് എനിക്ക് ജോലി റെഡി. ഒരുപാട് എക്സ്പീരിയൻസ് ഒക്കെ ഉള്ള കാക്കല്ലേ, എന്തെല്ലാം കാര്യങ്ങളെ കുറച്ച് സമയം കൊണ്ട് നാളെ ജോലി റെഡി എനിക്ക്. ഇവിടെ കിടന്നില്ലേ പൊറോട്ട പിടിച്ച് എന്നെ എല്ലാം പറഞ്ഞു. 50 വർഷത്തെ കാര്യം എല്ലാം. 50 വർഷത്തെ എക്സ്പീരിയൻസ് ഇവിടെ കിടന്ന അവന്. വേറെ എന്തൊക്കെ പറഞ്ഞവൻ? പിന്നെന്താ പറയാ, പിന്നെ മുടി വെട്ടാൻ പറഞ്ഞു, പിന്നെ CV കാര്യം പറഞ്ഞു. CV കിട്ടും ജോലി. പിന്നെ ഈ അറബി സംസാരിക്കും അല്ലേ, അറബിയിലെ സംസാരിക്കുന്ന കാര്യം ഇവരെ പറഞ്ഞു. പിന്നെ സീബ്ര എന്തോ പറഞ്ഞു. സീബ്ര പിന്നെ അപ്പഴേക്ക് ഒരുപാട് നാളത്തെ എക്സ്പീരിയൻസ് ഉണ്ട് അല്ലേ? എക്സ്പീരിയൻസ് അവന്. നീ ഇന്ന് വന്ന ഫ്ലൈറ്റില്ലേ, അതേ ഫ്ലൈറ്റിൽ ഇന്നലെ വന്നതേ ഉള്ളൂ അവൻ, അതും ജീവിതത്തിൽ ആദ്യമായി. 50 വർഷം മുമ്പ് കണ്ട UAE അല്ല, ഇപ്പൊ ഒരുപാട് മാറിയിട്ടുണ്ട്.